ജീവിതത്തിൽ എത്ര തന്നെ നല്ലവരായി ജീവിച്ചാലും ഒരു പ്രാവശ്യമെങ്കിലും അപവാദം കേൾക്കുവാൻ ഇടവരുന്നവരാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇതിനു കാരണം മറ്റുള്ളവർക്ക് ഇവരുടെ മേലുണ്ടാകുന്ന പല തെറ്റിദ്ധാരണകളുമാണ്. ഇങ്ങനെ മറ്റുള്ളവർ ഇവരെ തെറ്റിദ്ധരിക്കുവാൻ കാരണം ആർക്കും പിടികൊടുക്കാത്ത ഇവരുടെ വ്യക്തിത്വമാണ്. അസാമാന്യമായ ചങ്കൂറ്റമുള്ളവരാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വകഞ്ഞുമാറ്റി മുന്നേറുവാൻ കഴിവുള്ളവരാണ്. തൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ എതിരെ വരുന്നവരോട് നിർദാക്ഷിണ്യം പെരുമാറുന്നവരാണ്. ഏതു വിധേയനെയും ഇവർക്ക് ലക്ഷ്യത്തിലെത്തണം, അതാണ് ഇവരുടെ പ്രധാന ചിന്ത. ഇവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലാണ് പ്രാധാന്യം, അല്ലാതെ മാർഗത്തിനല്ല. തനിക്ക് അജ്ഞാതമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇവർക്കൊരു ഹരമായിരിക്കും. സാഹസികതയെയും അയോധന കലകളെയും ഇഷ്ടപ്പെടുന്നവരാണ്. രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നത് ഇവർക്കൊരു ഹരമാണ്. അത് നല്ല കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിലും. ഇവരോട് ആരും അത്ര പെട്ടെന്നൊന്നും കൈകോർക്കാൻ നിൽക്കാറില്ല. കാരണം ഇവരോട് ശത്രുതയുണ്ടായാൽ ഇവർ അപകടകാരികളാണ്. നല്ല ബുദ്ധിശക്തിയുള്ള ഇവർ എപ്പോഴും വളരെ ആക്റ്റീവായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഒരു കാര്യം മനസ്സിൽ നേടണമെന്ന് നിശ്ചയിച്ചുറച്ചു കഴിഞ്ഞാൽ ഏത് വിധേയനെയും ഇവർ അത് നേടിയെടുക്കുവാൻ ശ്രമിക്കും. ഇവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും വരുതിക്ക് കൊണ്ടുവരുവാൻ പാടാണ്. അനുനയം മാത്രമാണ് ഇവർക്ക് നേരെ പ്രയോഗിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം. പിടിവാശിക്കാരാണ്. താൻ പിടിച്ചതാണ് ശരി എന്ന് ശക്തമായി വാദിക്കുന്നവരുമാണ്. ഇവരോട് വാദിച്ച് ജയിക്കുവാൻ പാടാണ്. ചില നേരത്ത് ഇവരുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാറില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റുള്ളവരോട് സഹകരിച്ച് ജോളിയായിട്ട് ജീവിക്കുവാനാണ് ഇവർക്കിഷ്ടം. ഇവർക്ക് പലപ്പോഴും മനസ്വസ്ഥത കുറവായിരിക്കും. ഏതെങ്കിലും കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ എടുത്തു ചാടി പണി വാങ്ങിക്കുന്നവരുമുണ്ട്. ഇവർക്ക് ആരോടും അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരോട് സ്നേഹമൊക്കെ ഉള്ളവരാണ്. എങ്കിലും താൻ സ്നേഹിക്കുന്നവർ തന്നേക്കാൾ മറ്റൊരാളോട് അടുപ്പം കാണിക്കുന്നത് ഇവർക്കിഷ്ടമല്ല. ഇവർക്ക് വൈകാരികത അല്പം കൂടുതലാണ്. നല്ല ദേഷ്യം വരുമ്പോഴും നല്ല സന്തോഷം വരുമ്പോഴും ഇവർ ചുമരിലൊക്കെ അത് പ്രകടിപ്പിക്കുന്നത് കാണാം. താൻ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുന്നവരാണ്. ഇവർക്ക് വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അറിയാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ ഇവർ നാവെടുത്ത് പറയുന്ന കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുന്നതായി കണ്ടുവരാറുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ്സിനേക്കാൾ വേതന വ്യവസ്ഥയിലുള്ള തൊഴിലാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതാവുമ്പോൾ സ്ഥിരമായ ഒരു വരുമാനം എന്നും ലഭിക്കുകയും ചെയ്യും. ബിസിനസ്സിൽ കുറേ കാലം നല്ല രീതിയിൽ പോയിട്ട് മിക്കവാറും ഡൗൺ ആകാനാണ് സാധ്യത. വിദേശ തൊഴിലുകളിലും ഇവർ ശോഭിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ധാരാളം പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളുമായിരിക്കും. എന്നാൽ ഒരു 33 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർ സുരക്ഷിതമായ ഒരു തീരത്ത് അണഞ്ഞിട്ടുണ്ടാകും. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ലഹരി വസ്തുക്കൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത്തരം ദുശീലങ്ങളിൽ പെട്ടുപോയാൽ പിന്നെ ഇവർക്ക് നിർത്തുവാൻ പാടാണ്. പിന്നെ അനാവശ്യമായി ഒരു കാര്യത്തിലും ചെന്ന് ഇടപെടരുത് എന്നുള്ളതാണ്. കാരണം അത് പിന്നെ വലിയ പ്രശ്നമാവുകയും വഴി മുഴുവനും ഇവരുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും എന്നുള്ളതാണ്. ഇവർക്ക് ജനിച്ച വീട്ടിൽ നിന്നും മാറി നിൽക്കാനോ ബന്ധുക്കളുമായിട്ട് മാനസികമായ ഒരു അകൽച്ച ഉണ്ടാകാനോ ഇടയുണ്ട്.